ഭാരതം പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ ഉപേക്ഷിച്ചിട്ട് ഒരു മാസം കഴിയുന്നു. 65 വർഷം നിലവിലുണ്ടായിരുന്ന കരാർ ഇപ്പൊ കഴിഞ്ഞ ഒരു മാസമായിട്ട് നിലവിലില്ല. അതിൻ്റെ ഫലം പാകിസ്ഥാനിൽ കണ്ടു തുടങ്ങി. പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വത്തിൽ ചിലരെങ്കിലും അതുണ്ടാക്കുന്ന ദൂരവ്യാപകമായ ഫലങ്ങളെക്കുറിച്ച് ആശങ്കപ്പെട്ടു തുടങ്ങി. അതിൽ ഒരു ആശങ്ക സ്വല്പം ഉറക്കെ തന്നെ കഴിഞ്ഞ ദിവസം കേട്ടു. പാകിസ്ഥാൻ പാർലമെന്റിന്റെ സെനറ്റിൽ അംഗമായ ഒരു പാകിസ്ഥാൻ തെഹ്രികെ ഇൻസാഫ്, അത് ഇമ്രാൻഖാന്റെ പാർട്ടിയാണ്, നേതാവ് സയ്യിദ് അലി സഫർ പറഞ്ഞ കാര്യമാണ്. ഈ ജലബോംബ് നമ്മൾ എത്രയും പെട്ടെന്ന് നിർവീര്യമാക്കിയില്ല എങ്കിൽ, ഇന്ത്യയുമായി സന്ധി ചെയ്ത് മുന്നോട്ട് പോയില്ല എങ്കിൽ പാകിസ്ഥാന്റെ കാര്യം കട്ടപ്പുക. അദ്ദേഹം പറയുന്നത് പാകിസ്ഥാന്റെ ജീവനാഡി തന്നെയാണ് സിന്ധു നദീ ജലം. പല കൈവഴികളായി വരുന്ന ജലമാണ്. ഈ ജലത്തിന്റെ 90% പാകിസ്ഥാനിൽ ലഭിക്കുന്ന ജലത്തിന്റെ 90%-ലധികം ഇന്ത്യ അതിർത്തി കടന്ന് കാശ്മീരിലൂടെ വരുന്ന, പഞ്ചാബിലൂടെ വരുന്ന ജലമാണ്. ആ ജലം നമ്മൾ വില കുറച്ച് കാണരുത്. അത് സന്ധി ചെയ്യണം എന്ന് പറയുന്നതിന്റെ കാരണം 4/3 പരം വെള്ളം വെളിയിൽ നിന്ന് വരുന്നതിൽ ഇന്ത്യയിൽ നിന്നാണ് കൂടുതലും വരുന്നത്. എന്നാൽ 90% വെള്ളം കൂട്ടാം. 4/3 75%. അതിൽ കൂടുതൽ വെള്ളമാണ് ആക്ച്വലി വെളിയിൽ നിന്ന് വരുന്നത്. ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ പാകിസ്ഥാന് സസ്റ്റെയിൻ ചെയ്യാൻ ഒക്കില്ല, ഒരു രാജ്യം എന്ന നിലയിൽ, ഒരു ജനത എന്ന നിലയിൽ. കാരണം ഇന്ത്യ ഇത് ഉടനടി പിൻവലിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ മാറത്തു പുറത്തു. ഇതൊരു ഓപ്പറേഷൻ സിന്ധൂറുമായി കൂടി ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് ജലകരാർ. അത് പാകിസ്ഥാൻ ഭീകരതയെ സഹായിക്കുന്നത് പൂർണ്ണമായി അവസാനിപ്പിക്കാതെ, ഓപ്പറേഷൻ സിന്ധൂർ അവസാനിക്കുന്നില്ല, ഒരുപക്ഷെ വെടിനിർത്തൽ ഉണ്ടായി കാണാം, പക്ഷെ ഓപ്പറേഷൻ സിന്ധൂർ തുടരുകയാണ്. ആ ഒരു കൺവിക്ഷൻ തുടരുകയാണ്. അതോടൊപ്പം തന്നെ ജലവുമായി ബന്ധപ്പെട്ട തീരുമാനവും അനിശ്ചിതമായി നീളാനാണ് സാധ്യത. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? 9 out of 10 പാക് സിറ്റിസൻസ് ഡിപ്പെൻഡ് ഓൺ വാട്ടർ ഫ്രം ഇൻഡസ് റിവർ. 9 പേര്, 10ൽ 9 പേരും നേരിട്ടോ അല്ലാതെയോ ഇൻഡസ് റിവർ വഴി വരുന്ന ജലം അതിൻ്റെ ഉപഭോക്താക്കളാണ്. ബാക്കിയുള്ള 10% ഒരുപക്ഷെ ഭൂഗർഭ ജലം, അവിടെയുള്ള ഭൂഗർഭ ജലം ആ ലെവലിൽ കുറയും. ഇൻഡസ് ജലം കുറഞ്ഞു കഴിഞ്ഞാൽ ഭൂഗർഭ ജലത്തിന്റെ അളവും താരതമ്യേന ചെറിയ തോതിലെങ്കിലും കുറയാനുള്ള സാധ്യതയുണ്ട്. മഴയെ ആസ്പദമാക്കി മാത്രം ഒരു ജനതയ്ക്ക് പൂർണ്ണമായി ജീവിക്കാനാവില്ല എന്നും നമുക്കറിയാം. നദികൾ തന്നെയാണ് ജീവനാഡി. അതുപോലെ പാകിസ്ഥാന്റെ കൃഷിയുടെ, പ്രത്യേകിച്ച് പഞ്ചാബിലെ സിന്ധിന്റെയും കൃഷിയുടെ 90%വും ഈ സിന്ധു നദി അല്ലെങ്കിൽ മറ്റ് കൈവഴികൾ അതുവഴി ഉണ്ടായ ചെനാബ്, അല്ലെ, ആ നദി, ഇതൊക്കെയുള്ള ജലം, ചെനാബ് ആൻഡ് ഇൻഡസ്, ഈ റിവേഴ്സിലെ വെള്ളവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതുകൊണ്ട് കൃഷി ഇല്ലാതെ പഞ്ചാബിലെ കർഷകർക്ക് മുന്നോട്ട് പോകാനാവില്ല. വൻ പ്രതിഷേധമുണ്ടാകും. ഭരണകൂടത്തിന് ഒരു ഇഞ്ച് ഷഹബാസ് ഷെരീഫിനോ ഈ നവാസ് ഷെരീഫിന്റെ മകൾ മറിയം നവാസിനോ, അതാണ് പഞ്ചാബ് മുഖ്യമന്ത്രി, മുന്നോട്ട് പോകാനാവാത്തൊരവസ്ഥ വരും. അപ്പൊ ഗവൺമെന്റുകൾ നിലംപതിക്കും, പ്രാദേശിക ഗവൺമെന്റുകൾ, ദേശീയ ഗവൺമെന്റ് നിലംപതിക്കും, സൈന്യം അധികാരം ഏറ്റെടുക്കേണ്ടി വരും. അപ്പോഴും പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. അവിടെ ഒരു വലിയ ഒരു കലാമിറ്റി ഇദ്ദേഹം സയ്യിദ് അലി സഫർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വരുന്ന നീക്കങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യ ജലം ഡാമുകളിൽ പരമാവധി തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ ശ്രമിച്ചാലും തടഞ്ഞു നിർത്തുന്ന ഒരു പരിധിയുണ്ട്. കാരണം ഡാമിന്റെ കപ്പാസിറ്റി സെയിം ആണ്. പക്ഷെ കപ്പാസിറ്റി കൂട്ടാൻ സാധിക്കും. എങ്ങനെയാണ്? ഡാമിന്റെ ഉയരം കൂട്ടാതെ തന്നെ അതിൽ വർഷാവർഷം അടിഞ്ഞുകൂടിയിരിക്കുന്ന സിൽറ്റ്, അതായത് മാലിന്യങ്ങൾ, ചെളിയും കാര്യങ്ങളും കല്ലും കട്ടയും ഒക്കെയാണ്, അതെല്ലാം കോടിക്കണക്കിന് ടൺ ഇങ്ങനെയുള്ള സിൽറ്റ് റിമൂവ് ചെയ്താൽ ഡാമിന്റെ കപ്പാസിറ്റി കൂട്ടാൻ സാധിക്കും. പിന്നെ ഡാമിൽ നിന്നും കൈവഴികളിലൂടെ, സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനത്ത് അല്ലെങ്കിൽ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഇടത്തെ കൈവഴികളിലൂടെ ജലസേചന കനാലുകൾ, അതൊരു 10 പതിറ്റാണ്ടെങ്കിലും നീണ്ടു നിൽക്കുന്ന പ്രവർത്തനമാണ്. വൻ തോതിലുള്ള നെറ്റ്വർക്കിലൂടെ ഒരുപാട് ജലം ഇന്ത്യയുടെ മറ്റ് പ്രദേശത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഒരു ഞൊടിയിടയിൽ സാധിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഇദ്ദേഹം പറയുന്നത്, സയ്യദ് അലി സഫർ പറയുന്നത്, ഇത് നീണ്ടുപോകാതിരിക്കട്ടെ. ഇത് പാകിസ്ഥാന്റെ, ഇപ്പോൾ പാകിസ്ഥാൻ ഈ ജലം കാണിച്ചുകൊണ്ട് വെളിയിൽ പോവുകയാണ്.
ബിലാവൽ ഭൂട്ടോയുടെ നേതൃത്വത്തിൽ ഒരു ടീം, അങ്ങനെ പല ടീമുകൾ ഇന്ത്യ അയച്ചതുപോലെ, ശശി തരൂറിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ ടീമുകളെ അയച്ചതുപോലെ പാകിസ്ഥാൻ ഇന്ത്യ ഇപ്പോൾ കാണിക്കുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ്, ഞങ്ങളുടെ വെള്ളം കൂടി പൊട്ടിക്കുകയാണ്, ജലം പ്രകൃതിയുടെ വരദാനമാണ്, ഞങ്ങൾക്കത് നിഷേധിക്കുന്നതിന് പിന്നിൽ വലിയ രീതിയിലുള്ള നീതി നിഷേധമുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ലോകരാജ്യങ്ങളെ സമീപിക്കുകയാണ് പാകിസ്ഥാൻ ഡെലിഗേഷൻ. ആ സമയത്താണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ സിംല കരാറിൽ നിന്നും പാകിസ്ഥാൻ ഏകപക്ഷീയമായി പിന്നോട്ട് പോയി. അതിനർത്ഥം എന്താ? അവർക്ക് ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ ചർച്ചകൾ വേണ്ട. ഇന്ത്യ എന്താണ് പറയുന്നത്? ഇപ്പോഴും ഇന്ത്യ സിംല കരാറിന്റെ സ്പിരിറ്റ് അനുസരിച്ച് തർക്കമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ വരൂ, നിങ്ങൾ വെടിനിർത്തണമെന്ന് പറഞ്ഞു, ഞങ്ങൾ വെടിനിർത്തിയില്ലേ? അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് പുനരാലോചന വേണമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് സംസാരിക്കാം. അല്ലാതെ അമേരിക്കയുടെ മധ്യസ്ഥത, യൂറോപ്യൻ യൂണിയന്റെ മധ്യസ്ഥത, യുണൈറ്റഡ് നേഷൻസിന്റെ മധ്യസ്ഥത ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറല്ല. ഇതൊക്കെ പറയാൻ വേണ്ടി തന്നെയാണ് തരൂരും സംഘവും വിദേശത്തേക്ക് യാത്ര തിരിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി തന്നെയാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ നിലപാട് മാറാൻ ഒരു സാധ്യതയുമില്ല. അങ്ങനെയെങ്കിൽ പാകിസ്ഥാൻ സ്വയം, പാകിസ്ഥാനാണ് ഇവിടെ ആവശ്യക്കാർ. ഇപ്പൊ യുദ്ധമില്ല, ഇപ്പോൾ വെടിനിർത്തലാണ്, ഒക്കെ ശരിയാണ്. ലോകം ഇതൊക്കെ അങ്ങ് മറന്നുപോകും. തൽക്കാലത്തേക്ക് ഒരു എക്സർസൈസ് ഒക്കെയാണ് ലോകം. എങ്ങനെയോ ഇപ്പൊ ഗാസയുടെ വിഷയം, എത്ര കാലമായി യുദ്ധം തുടരുന്നു. ഉക്രൈന്റെ വിഷയം, ലോകം അതൊന്നും ഏറ്റുപിടിക്കത്തൊന്നുമില്ല. ലോകം അത് തൽക്കാലത്തേക്ക് ഒരു യുണൈറ്റഡ് നേഷൻസ് പ്രമേയം വരും, പാസ്സാകും, അല്ലെങ്കിൽ ചിലർ വീറ്റോ ചെയ്യും. ഇതിങ്ങനെ ഒരു ചക്രത്തിൽ പോരാട്ടമായി നിൽക്കും. പക്ഷേ അതത് ജനത അനുഭവിക്കുന്ന വിഷമത അവരവരുടെ വിഷമത തന്നെയാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ ജനത അധികകാലം നീണ്ടു നിൽക്കില്ല. അതുകൊണ്ട് വലിയ ഷോർട്ടേജ് ആണ്, വലിയ കലാമിറ്റിയാണ്. ഇത് വ്യവസായ മേഖലയും ബാധിക്കും. വെള്ളം കൃഷിക്ക് വേണ്ടി മാത്രമല്ല, ജനജീവിതത്തെ ബാധിക്കും. വേറെ ഒരു സോഴ്സിൽ നിന്നും പാകിസ്ഥാന് ജലം കിട്ടാനില്ല എന്ന് ഇന്ത്യക്കറിയാം. അപ്പം ജലം എന്ന് പറയുന്നത് വലിയൊരു നെഗോഷിയേറ്റിംഗ് പോയിന്റ് കൂടിയാണ്. ഇന്ത്യ എങ്ങനെയാണ് കാണുന്നത്? പാകിസ്ഥാൻ ജനതയെ വെള്ളം കൂടി മുട്ടിക്കുക എന്നതല്ല ഉദ്ദേശം, മറിച്ച് പാകിസ്ഥാനെ തീവ്രവാദത്തിന്റെ അടിസ്ഥാനത്തിൽ നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് എത്തിക്കാൻ പാകിസ്ഥാൻ വരും, വരാതിരിക്കില്ല. ഞങ്ങൾ തീവ്രവാദികൾക്ക് ഫണ്ട് ചെയ്യുന്നത്, അവർക്ക് താവളം ഒരുക്കുന്നത്, കുറച്ചുകൊണ്ടുവരും, ഉപേക്ഷിക്കും, അവരെ നിങ്ങൾക്ക് വിട്ടുതരാനുള്ളവരെ വിട്ടുതരും. അല്ലെങ്കിൽ ഇന്ത്യയെ അതിർത്തി കടന്നു വരുന്ന ഭീകരതയെ ഞങ്ങൾ ആർമിയും ഗവൺമെന്റും ISIയും എല്ലാം ചേർന്നുകൊണ്ട് എതിർക്കും. ഭീകരതയ്ക്കെതിരെ നമുക്ക് യോജിച്ച് പോരാടാം. ആ രീതിയിൽ പാകിസ്ഥാൻ വന്നില്ല എങ്കിൽ, ഇന്ത്യ വിരോധം മാത്രം ആളി കത്തിക്കാനാണ് ഉദ്ദേശമെങ്കിൽ, പാകിസ്ഥാൻ ജനത പാകിസ്ഥാൻ സർക്കാരിനെതിരെ തിരിയുന്ന അന്തരീക്ഷം ഉണ്ടാകും എന്നത് തീർച്ചയായും ഉറപ്പാണ്. ഇപ്പോൾ ഈ ജലകരാർ അബ്രോഗേറ്റ് ചെയ്തത് എല്ലാവരും പറഞ്ഞു, ഒരാഴ്ചയൊക്കെ ഇതൊരു മേപ്പടിയാണ്, ഒരാഴ്ച കഴിഞ്ഞാൽ അതൊക്കെ പുനഃസ്ഥാപിക്കും എന്ന് പറയുന്നു. പക്ഷേ പാകിസ്ഥാൻ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. പാകിസ്ഥാൻ വിചാരിക്കുന്നത് പരമാവധി ലോകരാജ്യങ്ങൾ ഇടപെട്ട് ഇപ്പോൾ ജലകരാർ പിൻവലിപ്പിക്കാൻ, അല്ലെങ്കിൽ അത് പുനഃസ്ഥാപിക്കാൻ ഇന്ത്യയുടെ മേൽ സമ്മർദ്ദം ചെലുത്താമെന്നാണ് പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നത്. അത് ഉദ്ദേശം പൂവണിയാൻ ഒരു സാധ്യതയുമില്ല. ഇന്ത്യ അത്രയ്ക്ക് ശക്തമായ നയതന്ത്ര നീക്കങ്ങളാണ് ഈ ജലകരാറിൽ നിന്നും പിൻവാങ്ങാനുള്ള സാഹചര്യം പാകിസ്ഥാനെ ഒരു നെഗോഷിയേറ്റിംഗ് ടേബിളിൽ എത്തിക്കുക എന്നതാണെന്ന് അതിശക്തമായി ഇന്ത്യ പറയുന്നു. അതുകൊണ്ട് അതിന്റെ മനുഷ്യാവകാശ വിഷയങ്ങളാണ് പാകിസ്ഥാൻ ഉന്നയിക്കുന്നതെങ്കിൽ, ഭീകരതയുമായി ബന്ധപ്പെട്ടാണ് ജലം തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുകൂടി ഇന്ത്യ വിവരിക്കുമ്പോൾ ലോകരാജ്യങ്ങൾ പാകിസ്ഥാനോട് പറയും, നിങ്ങൾ ഭീകരതയ്ക്ക് ഫണ്ട് ചെയ്യുന്ന, അല്ലെ ഭീകരതയെ നട്ടുനനച്ച് വളർത്തുന്നത് അവസാനിപ്പിക്കൂ, ഇന്ത്യ ജലം വിട്ടുതരും. അങ്ങനെ ഒരു അന്താരാഷ്ട്ര മധ്യസ്ഥതയൊന്നും ഇല്ലെങ്കിൽ പോലും ഇന്ത്യയും പാകിസ്ഥാനും ഒരിക്കൽ കൂടി ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്നു കൊണ്ട് 1960 എത്തിച്ചേർന്ന കരാറിനേക്കാൾ കുറച്ചുകൂടി സുതാര്യവും ബലമുള്ളതും ദീർഘകാലം നിൽക്കുന്നതും ഭീകരവാദവുമായി ബന്ധപ്പെടുത്തി അത് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നതുമായ ഒരു കരാർ. ഒരു പക്ഷെ ഇങ്ങനെയാകാം. ഇനിയൊരു ഭീകരാക്രമണം ഉണ്ടായാൽ ആ നിമിഷം എന്നേക്കുമായി ഈ കരാർ മരവിപ്പിക്കും. പിന്നെ ഒരിക്കലും അത് പുനഃസ്ഥാപിക്കില്ല എന്നതാകാം അടുത്ത കരാർ. ഈ കരാറിലെ ഇനി ഒരു എഗ്രിമെന്റ് ഉണ്ടായാൽ അതിലെ വ്യവസ്ഥ നമുക്കറിയാനൊക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത്, വാക്കുകൾ വളരെ വിലപ്പെട്ട വാക്കുകളാണ്. ഇന്ന് PTA അവഗണിക്കപ്പെടുന്ന ഒരു പാർട്ടിയാണ്. നമുക്കറിയാം പാകിസ്ഥാന്റെ രാഷ്ട്രീയ മേഖലയിൽ, കാരണം പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫിനെ നിരോധിക്കുകയും സ്വതന്ത്ര അംഗങ്ങളായിട്ട് അവരുടെ ആളുകൾ തിരഞ്ഞെടുക്കപ്പെടുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഇമ്രാൻഖാൻ എന്ന രാഷ്ട്രീയ നേതാവിനെ തിരിച്ചു കൊണ്ടുവരികയും, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയുള്ള വ്യാജ കേസുകൾ ഉപേക്ഷിക്കുകയും രാഷ്ട്രീയ പ്രക്രിയ
പുനരാരംഭിക്കുകയും ആർമിയുടെ സപ്പോർട്ടോടുകൂടിയല്ല, മറിച്ച് രാഷ്ട്രീയ നേതൃത്വം വളരെ ആഴത്തിൽ കാര്യങ്ങൾ വിചിന്തനം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങളോട് ഇവർക്ക് വിശദീകരിക്കാൻ കഴിയും. ഇവിടെ ഇന്ത്യ അല്ല പ്രശ്നം, ഇവിടെ പാകിസ്ഥാന്റെ സൈന്യം എടുത്ത ചില നിലപാടുകളാണ് വിഷയമായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് സൈന്യം ബാരക്കുകളിൽ തുടരട്ടെ, രാഷ്ട്രീയ നേതൃത്വം അധികാരം ഏറ്റെടുക്കട്ടെ, ഇന്ത്യയുമായി ചർച്ച ചെയ്ത് പരിഹാരങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും എന്ന ഒരു തീരുമാനത്തിലെത്തി നിന്നാൽ അധികം വൈകാതെ തന്നെ സിന്ധു നദീജല കരാർ ഒരിക്കൽ കൂടി എത്തിച്ചേരാൻ, ഒരു റിന്യൂഡ് കരാറിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അതുവരെ ഈ പ്രതിസന്ധി തുടരും. പാകിസ്ഥാൻ എന്തെല്ലാം ചെയ്താലും ആ പ്രതിസന്ധി നിലവിൽ തുടരുക തന്നെ ചെയ്യും.